ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലാക്കോക്കിനെ കുറിച്ചും അവരുടെ ആത്മകഥയെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ അധ്യായം ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹജ്വാലയുടെ ആഴങ്ങളെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലാക്കോക്കിന് ലഭിച്ച ആദ്യകാല വെളിപാടുകളെ കുറിച്ച് വിവരിക്കുന്നു. ഈശോയുടെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്നതും മനുഷ്യരാശിയോടുള്ള അവിടുത്തെ അളവറ്റ സ്നേഹം പ്രകടമാക്കുന്നതുമായിട്ടാണ് വിശുദ്ധയ്ക്ക് കാണപ്പെടുന്നത്. ഈ സ്നേഹത്തിന്റെ തീവ്രത വാക്കുകൾക്ക് അതീതമാണെന്നും മനുഷ്യന്റെ പാപങ്ങൾ അവിടുത്തെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നും ഈശോ വെളിപ്പെടുത്തുന്നു. തിരുഹൃദയത്തിലെ ഈ സ്നേഹജ്വാല നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാനും അവിടുത്തെ സ്നേഹത്താൽ നിറയുവാനും നമ്മെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ പാപങ്ങളും ഈശോയുടെ തിരുഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവ് നമ്മെ കൂടുതൽ പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. ഈ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ഈ അളവറ്റ സ്നേഹം വെറുതെ അറിഞ്ഞാൽ പോരാ, അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടത്? ഒന്നാമതായിട്ട് പശ്ചാത്തപിക്കണം. അതായത് ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആഴമായി പശ്ചാത്തപിക്കുക എന്നതാണ് ആദ്യപടി. നമ്മുടെ പാപങ്ങൾ അവിടുത്തെ ഹൃദയത്തിൽ വരുത്തുന്ന മുറിവിനെ കുറിച്ച് ബോധവാന്മാരാകുക. രണ്ടാമത് നാം ക്ഷമയാചിക്കുക. നമ്മുടെ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി ക്ഷമയാചിക്കുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുക. മൂന്നാമത് സ്നേഹത്താൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ നിരുപാധികമായ സ്നേഹത്തിന് നമ്മുടെ സ്നേഹം തിരിച്ചു നൽകുക. അവിടുത്തെ ഹൃദയത്തിന് ആശ്വാസം നൽകാൻ നമ്മൾ ആഗ്രഹിക്കണം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹജ്വാല നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നതായി സങ്കല്പിക്കാം. ആ സ്നേഹം നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മളെ അവിടത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ. അടുത്ത എപ്പിസോഡിൽ ഈ പുസ്തകത്തിലെ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.